വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയമൊരുക്കി ഫൺ സിറ്റി പാർക്ക്. മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചുല്ലസിക്കാൻ ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല. ഫൺ സിറ്റി പാർക്ക്, മണലിമൽ ബസ് സ്റ്റാൻഡ്, വണ്ടൂർ. ഏറ്റവും പുതിയ മോഡലിലും ട്രെൻഡിലുമുള്ള ലിനൻ ക്ലോത്തുകളും ധോത്തികളും വണ്ടൂരിന് ആദ്യം പരിചയപ്പെടുത്തി ലെനോറ മലബാറിൽ തന്നെ വിസ്മയമൊരുക്കുന്നു. സ്റ്റിച്ച് യുവർ സ്റ്റൈൽ ലെനോറ ലിനൻ കോട്ടൺ ക്ലോത്ത് ആൻഡ് സ്റ്റിച്ചിങ്, പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനായി എല്ലാവിധ തയ്യാറെടുപ്പുകളും പൂർത്തിയായതായി UDF പോരൂർ പഞ്ചായത്ത് കമ്മിറ്റി. സീറ്റുകളുടെ എണ്ണത്തിൽ ധാരണയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പഞ്ചായത്തിലെ ആകെ 19 സീറ്റുകളിൽ 13 സീറ്റുകളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും 6 സീറ്റുകളിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും മത്സരിക്കും. യുവാക്കൾക്ക് ശക്തമായ പ്രാതിനിധ്യമുള്ള സ്ഥാനാർത്ഥികളായിരിക്കും മത്സരിക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. UDF ധാരണയായ പ്രകാരം 19 സീറ്റിലാണ് നമ്മൾ മൊത്തം മത്സരിക്കുന്നത്. അതിൽ 6 സീറ്റ് ലീഗും ബാക്കി 13 സീറ്റ് കോൺഗ്രസും മത്സരിക്കുന്നതാണ്. പോരൂർ പഞ്ചായത്തിലെ ഐക്യജനാധിപത്യ മുന്നണി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി കഴിഞ്ഞു. പ്രാഥമികമായിട്ട് വോട്ടർ പട്ടികയിൽ വളരെ വിശദമായി പരിശോധിച്ച് അതിൽ വിട്ടുപോയ ആളുകളെ മുഴുവൻ ചേർക്കുകയും അതുപോലെ തന്നെ അത് അപ്ഡേഷൻ വരുത്തുകയും ചെയ്തു. അതോടൊപ്പം ഞങ്ങളുടെ വിവിധ തലങ്ങളിലുള്ള മീറ്റിങ്ങുകളെല്ലാം ചേർന്ന് തെരഞ്ഞെടുപ്പിന് സജ്ജമായി. UDF ചേർന്ന് സീറ്റുകളുടെ എണ്ണത്തിൽ ധാരണയായിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ നോക്കിക്കാണുന്നത് പോരൂർ പഞ്ചായത്തിലെ ഒരു വികസന തുടർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ 5 വർഷക്കാലം സമാനതകളില്ലാത്ത വികസനമാണ് പോരൂർ പഞ്ചായത്തിൽ നടന്നിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് 600 വീടില്ലാത്ത ആളുകൾക്ക് വീട് നൽകാൻ പോരൂർ പഞ്ചായത്തിൽ സാധിച്ചു. അതൊരു ചരിത്ര നേട്ടമാണ്. അതിൻ്റെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അതിൻ്റെ പത്രസമ്മേളനവും മറ്റും എല്ലാം കഴിഞ്ഞതാണ്. അവരുടെ വിശദമായ ഒരു കൺവെൻഷൻ, ഈ 600 ഉപഭോക്താക്കളുടെ വിശദമായ ഒരു കൺവെൻഷൻ നടക്കുകയുണ്ടായി. അതുപോലെ തന്നെ വിവിധ മേഖലകളിൽ, ഏത് ആരോഗ്യ മേഖലയിലെടുത്താലും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിലെടുത്താലും അംഗനവാടികൾ എടുത്താലും അവിടെയൊക്കെ സ്മാർട്ട് അംഗനവാടികളാക്കാനും വിദ്യാഭ്യാസ മേഖലയിൽ സ്കൂളുകളിൽ പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിലെ PHCയെ ഒരു നല്ല നിലവാരത്തിലേക്ക് എത്തിക്കുവാനും പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതായത് നിലവിലുള്ള ഫണ്ടുകളുടെ പരിമിതിക്കപ്പുറം ഒരു വലിയ വികസന മുന്നേറ്റം നടത്താൻ വിവിധ തലങ്ങളിലുള്ള ഫണ്ടുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് നടത്താൻ പഞ്ചായത്ത് സമിതിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട, തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പിൽ വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ സംസ്ഥാന ഭരണത്തിനെതിരെ, അതായത് കെടുകാര്യസ്ഥതയും ധൂർത്തും കൊണ്ട് ഭരണം ജനങ്ങൾക്ക് ഏറ്റവും ദുസ്സഹമായ ഒരു സാഹചര്യത്തിൽ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ കേവലം ഒരു പഞ്ചായത്ത് തലത്തിലുള്ള തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ ഉപരിയായിട്ട് അത് സംസ്ഥാന ഭരണത്തിനെതിരെയുള്ള ശക്തമായ ഒരു വിധിയെഴുത്തു കൂടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് എന്നാണ് ഞങ്ങൾ നോക്കിക്കാണുന്നത്. വാർത്താ സമ്മേളനത്തിൽ UDF ചെയർമാൻ KT റഷീദ്, കൺവീനർ M വേലായുധൻ, KPCC മെമ്പർ P വാസുദേവൻ, INC പഞ്ചായത്ത് പ്രസിഡന്റ് P ഉണ്ണികൃഷ്ണൻ, IUML പഞ്ചായത്ത് പ്രസിഡന്റ് അയ്യൂബ് ഖാൻ, അഷ്റഫ് പട്ടേൽ, ഷെരീഫ് മാറഞ്ചേരി എന്നിവർ പങ്കെടുത്തു. ഈസ്റ്റ് ലൈവ്, വണ്ടൂർ. സ്വർണ്ണാഭരണങ്ങൾ നേടാം പകുതി പണിക്കൂലിയിൽ 5% മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ. ഒക്ടോബർ 26 മുതൽ നവംബർ 30 വരെ ഷോറൂം സന്ദർശിക്കുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ നേടാം ഒരു iPhone 17. ഹയാർ ഗോൾഡൻ ഡയമണ്ട്സ്, CH ബൈപാസ്, വണ്ടൂർ. ഓൾസോ അറ്റ് എളങ്കൂർ. അലിസൺ ഗോൾഡൻ ഡയമണ്ട്സിന്റെ വിപുലീകരിച്ച ഷോറൂം കൂടുതൽ കളക്ഷനോടെ, കൂടുതൽ വിശാലതയോടെ വീണ്ടും നിങ്ങളിലേക്ക്. 18 കാരറ്റ് ആഭരണങ്ങൾക്കും സിൽവർ ആഭരണങ്ങൾക്കും ഡയമണ്ട് ആഭരണങ്ങൾക്കും പ്രത്യേക കൗണ്ടറുകൾ.